ഹരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അബ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ കേസ്. 1.5 മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. ആ തെളിവുകൾ തന്നെയാണോ സിദ്ദിഖിനെ വെട്ടിലാക്കുന്നത്? തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘം ഇതിന്റെ തുടക്കം മുതൽക്ക് തന്നെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള കാരണം ഇതിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ ചില തെളിവുകൾ. ആ തെളിവുകൾ എന്ന് പറയുന്നത് ഈ മേഖല, അതായത് ഹേമ കമ്മിറ്റിക്ക് ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നൽകിയിട്ടുള്ള പരാതികൾ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒന്നും തന്നെ ഉണ്ടാകാത്ത തരത്തിലുള്ള തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പം ഇതിൽ നിലനിന്നിരുന്നു. അതായത് ഈ ബലാത്സംഗം നടന്ന തീയതിയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമായിരുന്നു നിലനിന്നത്. അതായത് ഈ നടി സിദ്ദിഖിനെതിരെ പരാതി നൽകിയ നടി ഈ പറയുന്ന തീയതി പരാതിയിലോ അല്ലെങ്കിൽ പിന്നീട് ആദ്യ മൊഴിയായി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിലോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. തനിക്കത് കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ അന്ന് നടി കൃത്യമായി ഒരു കാര്യം പറഞ്ഞത്, അന്ന് തിരുവനന്തപുരം നീള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രിവ്യൂ ഷോയിൽ താനും അമ്മയും സിദ്ദിഖും പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് തമ്മിൽ കണ്ട് സംസാരിക്കുകയും അതിനുശേഷം ഈ ഹോട്ടലിലേക്ക്, അതായത് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയും സിനിമ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് നടി മൊഴിയിൽ പറഞ്ഞത്. അത് വെച്ചാണ് അന്ന് അവിടെ ചെല്ലുകയും അന്ന് മുറിയിൽ വെച്ചുകൊണ്ട് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തതെന്നുള്ള മൊഴിയാണ് സിദ്ദിഖിനെതിരെ നടി നൽകിയത്. ഇത് പ്രകാരം പോലീസ് ഇക്കാര്യം അന്വേഷിച്ചു. അതായത് തീയതിയിലുള്ള ആശയക്കുഴപ്പം നീക്കുന്നതിന് വേണ്ടി ഈ പ്രിവ്യൂ ഷോ എന്നാണ് നടന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അത് കണ്ടെത്താൻ കഴിഞ്ഞത് തിരുവനന്തപുരം നീള തിയേറ്ററിൽ നടന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയുടെ തീയതി എന്ന് പറയുന്നത് ജനുവരി 28 2016 ജനുവരി 28 ആ പ്രിവ്യൂ ഷോ നടക്കുന്നത്. ആ പ്രിവ്യൂ ഷോയിൽ സിദ്ദിഖും നടിയുടെ അമ്മയും പങ്കെടുത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. തെളിവുകൾ എന്ന് പറയുമ്പോൾ അതിൽ സാഹചര്യ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. അതായത് ആ സിനിമയുടെ സംവിധായകൻ, നിർമ്മാതാവ്, അണിയറ പ്രവർത്തകർ എല്ലാവരുടെയും തന്നെ മൊഴി പോലീസ് ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ ഭാഗത്തു നിന്ന് സിദ്ദിഖിനെതിരായിട്ടുള്ള മൊഴിയാണ് ലഭിച്ചത്. അതായത് 3 പേരും പങ്കെടുത്തു. സിദ്ദിഖും പണ്ട് ഈ ആരോപണം 2019 ഉയർന്ന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്തത് മാത്രമാണ് തനിക്ക് നടിയെക്കുറിച്ചുള്ള ഓർമ്മ എന്നതടക്കം അന്ന് സിദ്ദിഖ പറയുകയുമുണ്ടായി. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായി. പ്രിവ്യൂ ഷോയിൽ ഇവർ 3 പേരും പങ്കെടുത്തു. നടിയുടെ ആ മൊഴി കൃത്യമാണ്. അടുത്തത് ഈ ഹോട്ടലിലേക്ക് നടി ചെന്നിരുന്നു, അത് അവിടെ സിദ്ദിഖ് താമസിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ, അതായത് ഈ പ്രിവ്യൂ ഷോ നടന്ന ദിവസവും അതിന്റെ അടുത്ത ദിവസവും പിറ്റേ ദിവസവും എല്ലാം തന്നെ ഉള്ള രേഖകൾ പോലീസ് പരിശോധിച്ചത് പ്രകാരം സിദ്ദിഖ് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ 27 തീയതി രാത്രി 12 മണിക്ക് മുറിയെടുക്കുകയും 28 തീയതി വൈകുന്നേരം 5 മണി വരെ അവിടെ തുടരുകയും ചെയ്തതിന്റെ തെളിവുകൾ, അതായത് സാങ്കേതികമായിട്ടുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അതായത് പ്രിവ്യൂ ഷോ നടന്ന ദിവസം തന്നെ സിദ്ദിഖ് അവിടെ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ ആ കാര്യവും ഉറപ്പിക്കുന്നു. അതിന്റെ അടുത്തതായി ഉറപ്പിക്കാനുള്ളത് ഈ നടി അവിടേക്ക് ചെന്നിരുന്നു, സന്ദർശകയായി സിദ്ദിഖിന്റെ മുറിയിലേക്ക് ചെന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് നടിയുടെ ഒരു മൊഴി എന്ന് പറയുന്നത് താൻ അവിടേക്ക് സന്ദർശകയായി എത്തുകയും രജിസ്റ്ററിൽ താൻ ഒപ്പുവെച്ച് പേരും വിവരങ്ങളും അടങ്ങിയ നൽകിക്കൊണ്ട് ഒപ്പുവെച്ച ശേഷമാണ് സന്ദർശകയായിക്കൊണ്ട് സിദ്ദിഖിന്റെ മുറിയിലേക്ക് പോയതെന്നും പറയുന്നുണ്ട്. ഇതിന് അനുകൂലമായി ചില വിവരങ്ങൾ ഹോട്ടലിൽ അധികൃതരിൽ നിന്ന് ലഭിച്ചെങ്കിൽ പോലും ഇതിന്റെ ഡിജിറ്റൽ തെളിവ് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം. പക്ഷേ ഇതിന്റെ സാഹചര്യ തെളിവുകൾ, നടി അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അമ്മയോടും മറ്റൊരാളോടും പറഞ്ഞതുമായിട്ടുള്ള സാക്ഷിമൊഴി ഇതടക്കം പോലീസിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നതും അന്ന് 1-ാം നിലയിലുള്ള 101D എന്ന് പറയുന്ന സിദ്ദിഖ് എടുത്ത മുറിയിലേക്ക് നടി സന്ദർശകയായി എത്തി എന്നുള്ളതിന്റെയും ഏറെക്കുറെ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. ഇനി ആകെ ലഭിക്കാനുള്ളത് നടി അവിടെ പോയി എന്നുള്ളതിന്റെ ഡിജിറ്റൽ തെളിവ് മാത്രമാണ്. അത് പക്ഷേ 2018 വരെ അവർ സൂക്ഷിച്ചിരുന്ന ഹോട്ടൽ അധികൃതർ സൂക്ഷിച്ചിരുന്ന ഡിജിറ്റൽ തെളിവുകൾ അടങ്ങിയ സോഫ്റ്റ്വെയർ മാറ്റുകയും മറ്റൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തതോടുകൂടി ആ ഡിജിറ്റൽ രേഖകൾ കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികളൊക്കെ തന്നെ സിദ്ദിഖിനെതിരായി വരുന്നു. നടിയുടെ മൊഴി ശരിവെക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം പരിശോധിക്കുകയാണ്. അടുത്ത ഘട്ടം എന്നത് സിദ്ദിഖ് തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യം ഒരു സുഹൃത്തിനോട്, 1 വർഷത്തിന് ശേഷം ഒരു സുഹൃത്തിനോട്, കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് ഈ നടി പറഞ്ഞിരുന്നു എന്നുള്ള ഒരു മൊഴിയുണ്ട് നടിയുടെ. ആ മൊഴി സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഈ സുഹൃത്തും, കാട്ടാക്കടയിലുള്ള സുഹൃത്തും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ്. അതായത് അത് ഇന്നോ ഇന്നലെയോ ഉന്നയിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഈ കാര്യം ആ സുഹൃത്തിനോട് ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല. ആദ്യമായി നടി ആരോപണം ഉന്നയിച്ച 2019 പറഞ്ഞത്, അത് 2017 പറഞ്ഞത്. ഇതിനൊക്കെ ഈ ആരോപണമൊക്കെ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇങ്ങനെ ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ള വിവരം തന്റെ സുഹൃത്തിനോട് പറഞ്ഞതായിട്ടുള്ള നടിയുടെ മൊഴി അവിടെ ശരിവെക്കുകയാണ് പോലീസ്. മാത്രമല്ല ഇതിനകത്ത് ഞാൻ കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയ ഒരു കാര്യമുള്ളത്, ഈ സിദ്ദിഖ് ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ള വിവരമല്ലാതെ മറ്റൊരു വിവരം കൂടി അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതിന്റെ തെളിവ് കൂടി പോലീസിന് ലഭിച്ചു. അതായത് ഈ ബലാത്സംഗത്തിന് ശേഷം തന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് സിദ്ദിഖ് ചോറും മീൻകറിയും തൈരും കഴിച്ചു എന്നുള്ളതാണ് അതിനകത്ത് നടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട മൊഴി. കാരണം ആ മുറിയിൽ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സിദ്ദിഖ് കഴിക്കുന്ന ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നടിക്ക് പറയാൻ കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടുള്ള അന്വേഷണത്തിൽ ഇതിന്റെ ഹോട്ടൽ ബില്ലുകൾ, അതായത് സിദ്ദിഖ് കഴിച്ചതിന്റെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തിയ ഹോട്ടൽ ബില്ല് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഹോട്ടൽ ബില്ല് ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി ഭക്ഷണത്തിന്റെ വിവരമടക്കം നടിക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം താൻ സൈക്കാട്രിസ്റ്റുകളുടെ അടുത്ത് പോയി സമീപിച്ചു. തനിക്ക് മാനസിക സംഘർഷം ഉണ്ടായിരുന്നു. അത് ചികിത്സിക്കുന്നതിന് വേണ്ടി താൻ 2 സൈക്കാട്രിസ്റ്റുകളുടെ അടുത്താണ് പോയത്. ഒന്ന് കൊച്ചി കാക്കനാടുള്ളതും ഒന്ന് പനമ്പള്ളി നഗറിലുമുള്ള 2 സൈക്കാട്രിസ്റ്റുകളുടെ അടുത്താണ് താൻ ചികിത്സ തേടിയത് എന്നുള്ള കാര്യം നടി പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഈ 2 സൈക്കാട്രിസ്റ്റുകളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ്. അതായത് അങ്ങനെ ഒരു ഈ 2016 ജനുവരി 28 ഈ സംഭവം നടന്നു എന്ന് നടി പറയുന്നു. അതിനുശേഷം അധികം ദിവസം ഇല്ലാതെ തന്നെ ഇതിന് മാനസിക സംഘർഷത്തിന് നടി ചികിത്സ തേടുകയാണ്. അപ്പോൾ ഇത്രത്തോളം സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ കോടതിയെ പോലീസ് എന്തായാലും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യത തന്നെയാണ് മുൻപിൽ